നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛനെന്താന്നും വേണ്ടാത്ത? എവിടെയായിരുന്നു ഇത്ര നേരം? ആരാ ഇതൊക്കെ ചെയ്ത്? എന്തിനാ ചെയ്ത്? എല്ലാം ഞാൻ പറയാം. എല്ലാം പറയാൻ മോളെ, സമയം വന്നോട്ടെ. വീട്ടിലെത്തിയിട്ട് പറയുന്നാണല്ലോ ഫോണിൽ കൂടെ അച്ഛൻ പറഞ്ഞത്. അതേ മോളെ, അങ്ങനെ ചെയ്യാന്നാ വിചാരിച്ചേ. ഇപ്പൊ തോന്നുന്നു ഇതല്ല പറ്റിയ സമയമൊന്ന്. ഒന്നാമത് നല്ല ക്ഷീണമുണ്ട്. രണ്ടാമത് കേട്ട കാര്യങ്ങള് അതങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതല്ല. എന്തിനാ അച്ഛ പിന്നത്തേക്ക് വെച്ച് നീട്ടുന്നത്? ഇപ്പൊ തന്നെ പറഞ്ഞ അച്ഛന്റെ മനസ്സിലെ ഭാരം ഒഴിയില്ലേ? ഭാരം ഒഴിയത്തില്ല, അത് കൂടത്തേ ഉള്ളൂ. മരണക്കിണറില്ലേ, മരണക്കിണർ, അതിന്റെ നടുക്കാമുള്ള നമ്മൾ നിൽക്കുന്നേ. സൂക്ഷിക്കുന്ന ഒരുപാട്, ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളില്ലാതായി പോവും. ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളാ മോളെ ഞാൻ അറിഞ്ഞത്. എന്നെ തട്ടിക്കൊണ്ടുപോയവരുടെ ഉദ്ദേശം അതൊക്കെ എന്നോട് പറയുക എന്നുള്ളതായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോ അവരെന്നെ വിട്ടയച്ചു. ശത്രുക്കളായിരുന്നില്ല അവര്, മിത്രങ്ങളായിരുന്നു. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരുന്നു. അതാരാ അങ്ങനെ ചിലര്? നമുക്ക് ചുറ്റും ശത്രുക്കളല്ലേ, അതിനിടയില് നമ്മുടെ നന്മ ആരാ ആഗ്രഹിക്കുന്നത്? മോളെ, അങ്ങനെ ചിലരുണ്ടെന്ന് കൂട്ടിക്കോ. ശത്രുവിന്റെ ശത്രു മിത്രു എന്ന് കേട്ടിട്ടില്ലേ? ആ പ്രമാണം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരവര്. എല്ലാം ഞാൻ പറയാം. നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെ അവര് പറഞ്ഞത്. തൽക്കാലം ഇപ്പൊ വേണ്ട. എന്റെ മനസ്സും ശരീരവും തളർന്നിരിക്കുക. ഈ ക്ഷീണാവസ്ഥയൊന്ന് മാറട്ടെ. എന്നച്ഛൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ചിലതൊക്കെ ഊഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം അച്ഛാ. അച്ഛൻ ചെല്ലു. നീ എങ്ങോട്ടാ? എനിക്ക് റൂബി ഒന്ന് കാണണം. അത് വേണ്ട, നീ ഇപ്പൊ അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. അത് പറ്റില്ല. ഇങ്ങനൊരു വാർത്ത അറിഞ്ഞിട്ട് ഞാൻ പോവാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പോവും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോകാതിരിക്കുന്നതല്ലേ ചന്ദ്രേ നല്ലത്. പോലീസും റൂബിയുടെ ബന്ധുക്കളും ഒക്കെ അവിടെ കാണും. നിന്നോട് അവര് മോശമായിട്ട് പെരുമാറിയാൽ എന്ത് ചെയ്യും? അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ഞാനും റൂബിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്റെ എല്ലായിരുന്നു റൂബി. അവള് പോയപ്പോ തനിച്ചായി പോയത് ഞാന്. എനിക്ക് മാത്രം നഷ്ടം. ഞാൻ പോവും, അവളെ കാണും. എന്നെ ആരും തടയണ്ട. ഈ അനുസരണ ഇല്ലായ്മയാണ് നിന്റെ കുഴപ്പം. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ വേണ്ടാന്ന് പറഞ്ഞത്. അത് കേൾക്കാൻ നീ തയ്യാറല്ല. എന്റെ ഭാഗത്തുനിന്ന് എന്താരും ചിന്തിക്കാത്ത? ഏതെങ്കിലും ഒരാളല്ല മരിച്ചിരിക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയ.